പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മലയാളിക്ക് വിഷു ദിനം. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു വിഷു ആശംസകൾ നേരുന്നു. മണ്ണിനോടും പ്രകൃതിയോടും ഈശ്വരനോടുമുള്ള മനുഷ്യബന്ധത്തിൻ്റെ ആഘോഷമാണ് വിഷു. എങ്ങും ഉത്സവാന്തരീക്ഷം പരത്തി വിഷുക്കൊന്നയും വാകയും ഇലഞ്ഞിയുമൊക്കെ പൂത്തുലഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച. ചക്കയും മാങ്ങയും പഴവർഗ്ഗങ്ങളും യഥേഷ്ടം ലഭിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ മലയാളിക്കിത് വസന്തോത്സവത്തിൻ്റെ കാലം. പ്രകൃതി കരിഞ്ഞണങ്ങിയ സമൃദ്ധിക്കും സന്തോഷത്തിനും ഈശ്വരനോട് നന്ദി പ്രകടിപ്പിക്കുന്ന അവസരം കൂടിയാണ് വിഷു. വിഷുക്കണിയാണ് വിഷു ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങ്. സമഗ്രമായ ഒരു ജീവിതാശയത്തിൻ്റെ ലഘുചിത്രമാണ് കണി. ജീവിതം അർത്ഥപൂർണമാക്കാനുള്ള പ്രയത്നമാണ് അത് സമ്മാനിക്കുന്നത്. ജീവിത വിജയത്തിന് ഉപോത്ഘടകമായ കുറേ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ അത് പ്രേരക ശക്തിയായി മാറുന്നു. ഈശ്വര സ്മരണയോടെ ഓരോ ദിവസവും ആരംഭിക്കുക എന്നതാണ് വിഷുക്കണി നൽകുന്ന പ്രധാന വിഷു സന്ദേശം. മനസ്സിൻ്റെ ആഗ്രഹം നമുക്ക് കിട്ടുന്നത് നല്ല സങ്കല്പങ്ങളിലൂടെയും ചിന്തകളിലൂടെയും പ്രാർത്ഥനാപൂർണമായ മനസ്സിലൂടെയുമാണ്. എന്നാൽ പല ആഘോഷങ്ങളും തനിമകെടുത്തി ലഹരിയെ സ്വാംശീകരിച്ച് തിരക്കുപിടിച്ച ജീവിതത്തിൽ ഫാസ്റ്റ് ഫുഡും മായം ചേർത്ത ഭക്ഷ്യവസ്തുക്കളും ഒഴിച്ചുകൂടാനാവാത്ത വിധം നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ ആരോഗ്യകരമായ ആഹാര രീതി സ്വീകരിക്കാൻ വിഷുക്കണി നമ്മെ പ്രാപ്തരാക്കട്ടെ. വിഷു വിത്ത് വിതക്കലിൻ്റെ ഉത്സവമാണ്. ഗുണമേന്മയുള്ള വിത്ത് വളക്കൂറുള്ള മണ്ണിൽ വിതച്ചാൽ 100 മേനി കിട്ടും. അത് മണ്ണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യൻ്റെ കാര്യത്തിലും. ബാല്യത്തിൽ കുട്ടികളുടെ മനസ്സിൽ ഉത്തമ ശീലങ്ങളോടെ വിത്ത് വിതച്ചാൽ ഉത്തമമായ ഒരു സമൂഹം നമുക്ക് മുമ്പിൽ പുനർജനിക്കും. ഓരോ ആഘോഷങ്ങളും ഓരോ സമാന പൊതികൾ പോലെയാണ്. പൊതി എത്ര കമനീയമാണെങ്കിലും അതിനേക്കാൾ പ്രധാനം പൊതിക്കുള്ളിലെ സമ്മാനമാണ്. ഓരോ ആഘോഷങ്ങളും മനുഷ്യ നന്മക്കായി മാറട്ടെ. പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം